കിം 2025 അപേക്ഷ കുറേ ആളുകളുണ്ടാവും. പരീക്ഷയ്ക്ക് എഴുതി റാങ്ക് ലിസ്റ്റ് വന്നു, പല കൺഫ്യൂഷൻസും ഉണ്ടായി, ചില റാങ്ക് ലിസ്റ്റ് റദ്ദാക്കി, വീണ്ടും റാങ്ക് ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള സമയമാണ്. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ അവസാന തീയതികൾ എന്തൊക്കെയാണ്, എപ്പോഴേക്കാണ് അലോട്ട്മെൻറ്റ് റദ്ദാക്കുക, അങ്ങനെ ധാരാളം സംശയങ്ങളുണ്ടാവും. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് ഓടിച്ചു പോകാം. അവസാന തീയതി 16-ാം തീയതിയാണ്. വളരെ കുറഞ്ഞ സമയമുള്ള 16-ാം തീയതിയാണ്. 16-ാം തീയതി നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ 17-ാം തീയതി തന്നെ അതിൻ്റെ ടെമ്പററി അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കും. അതിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നോട്ടിഫൈ ചെയ്യാനുള്ള സമയമൊക്കെ ഉണ്ടാവും. അതിനുശേഷം 18-ാം തീയതി എന്ത് ചെയ്യും, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. ഇപ്പോൾ കോളേജുകൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. എന്താണ് ഈ കാറ്റഗറി റാങ്ക്, എന്താണ് കാറ്റഗറി റാങ്കിൻ്റെ പ്രത്യേകത, കാറ്റഗറി റാങ്ക് അനുസരിച്ചിട്ടാണോ എനിക്ക് അഡ്മിഷൻ ലഭിക്കുക, അങ്ങനെയൊക്കെ ധാരാളം കുട്ടികൾ ചോദിക്കാറുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് രീതിയിലുള്ള റിസർവേഷൻ ഉണ്ട്. ഒന്ന് സ്റ്റേറ്റ് മെറിറ്റ് റിസർവേഷൻസ്. എത്ര മാർക്ക് കിട്ടിയ ആളുകളാണെങ്കിലും ആദ്യം മാർക്ക് വരുന്ന 50% കുട്ടികൾക്ക് അവിടെ അഡ്മിഷൻസ് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഒരു ഇടുക്കി ഗവൺമെൻറ് കോളേജിൽ BSc കമ്പ്യൂട്ടർ സയൻസിന് ഒരു 20 സീറ്റിന് സങ്കല്പിക്കുക, അതായത് സീറ്റൊന്നുമല്ല 20 സീറ്റിന് സങ്കല്പിക്കുക. അപ്പോൾ അവിടെ ആദ്യം അപേക്ഷിച്ച ആളുകൾ നോക്കുമ്പോൾ ആദ്യം വരുന്ന കാറ്റഗറിയിൽ 10 സീറ്റുകൾ ഒരു റിസർവേഷൻ ഇല്ലാതെ നേരെ ആരാണോ ഫസ്റ്റ് വന്നിരിക്കുന്നവർക്ക് മാറ്റിവെക്കും. അവിടുന്ന് അങ്ങോട്ടുള്ള സീറ്റിന് റിസർവേഷൻ ആരംഭിക്കും. അവിടെയാണ് നിങ്ങളുടെ ഈ കാറ്റഗറി റാങ്ക് ആവശ്യമായിട്ട് വരിക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ EWS കാറ്റഗറിക്ക് ഒരു 10% ഉണ്ട്. അതേപോലെ തന്നെ സാമൂഹിക പിന്നോക്കം നിൽക്കുന്ന SCBC എന്ന് പറയും, അതിൽ എല്ലാവർക്കും ഒരു 30% ഉണ്ട്. അതിൽ മുസ്ലിംസിന് 8%, ഈഴവക്ക് 9%, ബാക്ക്വേർഡ് ഹിന്ദുവിന് 3% ഉണ്ട്, ലത്തീൻ കാത്തോലിക്ക 3% ഉണ്ട്, ധീവര 2% ഉണ്ട്, വിശ്വകർമ്മ 2% ഉണ്ട്, കുശവൻ കാറ്റഗറി വന്നിട്ട് 1% ഉണ്ട്, BX മറ്റു പിന്നോക്ക ക്രിസ്ത്യനിൽ 1% ഉണ്ട്, കുടുംബിക്ക് 1% ഉണ്ട്. അങ്ങനെയാണ് 30% വരുന്നത്. അതുകൂടാതെ പട്ടികവർഗത്തിന് ഏകദേശം 2%, പട്ടികജാതിക്ക് SCക്ക് 8%, ഇങ്ങനെ ഒരു 50% റിസർവേഷൻസ്. ഈ റിസർവേഷനിൽ വരുമ്പോൾ ഈഴവ കാറ്റഗറിയിൽ പെട്ട 100 കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ക്വാളിഫൈഡ് ആയിട്ടൊരു 30 പേര് വന്നു. ഓക്കെ, ആ 30 പേര് വന്നിരിക്കുന്ന ആദ്യത്തെ 5 പേര് എന്ത് ചെയ്തു, റിസർവേഷൻ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ 6ാമത്തെ ആളെടുക്കുന്ന സമയത്ത് അയാൾ റിസർവേഷൻ കാറ്റഗറിയിൽ ഒന്നായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, അയാളെ പരിഗണിക്കും. ആ ഒരു കോളേജിലേക്ക് നോക്കുമ്പോൾ അടുത്ത കുട്ടി ഈഴവ കാറ്റഗറിയിൽ വരുന്ന 6ാമത്തെ കുട്ടിയാണ് വരുന്നത് വെച്ചാൽ അയാളെ ഒന്നായിട്ട് പരിഗണിക്കും. അങ്ങനെ നിങ്ങൾ കഴിഞ്ഞ വർഷം എത്ര കാറ്റഗറിയിലെ ആളുകൾക്ക് ആ റാങ്ക് കിട്ടിയെന്ന് നോക്കുക. അപ്പോൾ ആ കാറ്റഗറി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് കാറ്റഗറി റാങ്ക് എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുക. നിങ്ങളുടെ മെറിറ്റ്, സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അഡ്മിഷൻസ് ലഭിക്കുക എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അങ്ങനെ നമുക്ക് എത്ര കോളേജുകളാണ്, ഗവൺമെൻറ് കോളേജുകൾ, അതേപോലെ തന്നെ എയ്ഡഡ് കോളേജുകളും അൺഎയ്ഡഡ് കോളേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടെ നോക്കേണ്ടത് ഏകദേശം 9ഓളം ഗവൺമെൻറ് കോളേജുകളുണ്ട്. അതേപോലെ തന്നെ എയ്ഡഡിൽ 2 കോളേജുകളുണ്ട്, പിന്നെ ഓട്ടോണമസ് കോളേജ്, അങ്ങനെ ധാരാളം കോളേജുകളുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങൾ കോഴ്സിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്, കോളേജിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്. ചില ആളുകൾക്ക് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ ഏതെങ്കിലും കോഴ്സ് കിട്ടിയാൽ മതി. അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന കോഴ്സ്, സെക്കൻഡ് പ്രിഫറൻസ് കൊടുക്കുന്ന കോഴ്സ്, തേർഡ് പ്രിഫറൻസ് കൊടുക്കുന്ന കോഴ്സുകൾ അങ്ങനെ കൊടുക്കുക. ഇനി ചില ആളുകൾക്ക് കോഴ്സിനായിരിക്കും പ്രാധാന്യം. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ്, അപ്പോൾ അവർക്ക് ഫസ്റ്റ് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് കിട്ടുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് കിട്ടാൻ നന്നായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ ഫസ്റ്റ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ കോഴ്സുകൾ കൊടുക്കുക. ആ കോഴ്സ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഈസി ആണെങ്കിൽ ഈസി കൊടുക്കുക. ഏത് കോഴ്സുകളാണെന്ന് വെച്ചെങ്കിൽ ആ കോഴ്സുകൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കുക. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഇതിൽ ടോപ്പ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു 10 റാങ്കിൻ്റെ ഉള്ളിലൊക്കെ വന്ന ഒരാളാണ് നിങ്ങൾ വെറുതെ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതൊക്കെ കോളേജ് കൊടുക്കുമോ അതേ രീതിയിൽ ഇങ്ങനെ കൊടുത്തു പോരുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും, നിങ്ങൾക്ക് അവിടെ ഏറ്റവും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടൊരു കോളേജിൽ കിട്ടും. ഇനി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പോകാൻ പറ്റാത്ത കോളേജുകളൊക്കെ കൊടുക്കാതെ വെക്കുക. പല പാരൻസൊക്കെ വിളിച്ച് തന്നെ ചോദിക്കാറുണ്ട്, സർ എപ്പോഴാണ് അലോട്ട്മെൻറ്റിന് പുറത്താക്കുക, ഡിബാർ ചെയ്യാന്നൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറയണം ആ കോളേജ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോകാതിരിക്കുകയാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിനെന്താണ് ഒരു എളുപ്പമായി, നിങ്ങൾക്ക് ഒരു കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ കോളേജിലേ ഞാൻ പോകുള്ളൂ എന്നുണ്ടെങ്കിൽ ആ കോളേജിൽ മാത്രം കൊടുക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, അടുത്ത പിന്നീട് വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, പങ്കെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒഴിവാകുന്ന പ്രശ്നം വരില്ല. ഇനി അതല്ല, ഒരു 2, 3, 4 കോളേജുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഓർഡർ വൈസിൽ കൊടുക്കുക. ഫസ്റ്റ് കോളേജ് ഇത്, സെക്കൻഡ് കോളേജ് ഇത്, തേർഡ് കോളേജ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 3ാമത്തെ കോളേജൊക്കെ കിട്ടിയിരിക്കുന്നത് വെച്ചെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് താൽക്കാലികമായിട്ട് ജോയിൻ ചെയ്യുക. എന്നിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ നിലനിർത്തി കഴിഞ്ഞാണെങ്കിൽ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ട് പോകാൻ പറ്റും. ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അലോട്ട്മെൻറ്റ് പ്രക്രിയകൾ കംപ്ലീറ്റ് ചെയ്യുക. അലോട്ട്മെൻറ്റ് പ്രക്രിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഇതിൻ്റെ ഓപ്ഷൻ രജിസ്റ്റർ, അലോട്ട്മെൻറ്റ് പ്രക്രിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീ അടക്കാനുള്ള ഓപ്ഷൻസ് വരും. ആ ഫീ അടക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അതാത് സമയത്ത് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നോക്കുക, ഫീസ് അടക്കുക, അത്തരം കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക.
അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാനൊക്കെ ഒരു ഓപ്ഷൻസ് ഉണ്ടാവും, പുതിയതായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അലോട്ട്മെന്റ് കൊടുക്കുമ്പം ഒന്ന് നിങ്ങൾ ഫസ്റ്റ് കൊടുക്കേണ്ട പ്രയോറിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പോകുമെന്ന് ഉറപ്പുള്ള കോളേജുകൾ കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹമുള്ള കോളേജ് ഫസ്റ്റ് കൊടുക്കുക, പിന്നെ സെക്കൻഡ് കൊടുക്കുക, പിന്നെ തേർഡ് കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷമുള്ള കോളേജുകൾ പിന്നീട് വരുന്ന അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ 10 കോളേജ് നിങ്ങൾ കൊടുത്തിരുന്നു, നിങ്ങളിപ്പോൾ 5ാമത് കൊടുത്തിരിക്കുന്ന കോളേജാണ് കിട്ടിയത് വെച്ചെങ്കിൽ 6ഉം 7ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നിന്ന് റിമൂവ് ആവും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം 5ന്റെ മേലുള്ള കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. ഈ ഒരൊറ്റ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ. നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പ് ഏറ്റവും ആഗ്രഹമുള്ള കോളേജിന് ഫസ്റ്റ് കോഴ്സ് കൊടുക്കുക, സെക്കൻഡ് കൊടുക്കുക, തേർഡ് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കൺഫ്യൂഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴിയൊക്കെ നിങ്ങൾ ചോദിക്കുക, ഞങ്ങളതിന് റീപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു.